മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ഇനി മുതൽ വന്ദേ മാതരം ഔദ്യോഗിക ചടങ്ങുകളിൽ ആലപിക്കണം, എഴുന്നേറ്റ് നിൽക്കണം. അതായത് ദേശീയ ഗാനത്തിന് തുല്യമായിട്ട് നമ്മുടെ വന്ദേ മാതരത്തെയും നമ്മുടെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഇത് കണ്ടുകൊണ്ട് നമ്മുടെ കേരളത്തിലെ സകല രാജ്യവിരുദ്ധരും, ജിഹാദികൾ, സുഡാപ്പികൾ, തീവ്രചിന്താഗതിക്കാര്, പ്രതിപക്ഷത്തെ കുറെ ആളുകൾ ചാടി വീണിട്ട് ഇതിനെതിരെ ഉറഞ്ഞു തുള്ളുന്നുണ്ട്. അത്തരം കുറച്ച് തെറിവിളികൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ മുന്നോട്ട് വെക്കാം. ഇത്തരം ആളുകളോട് ആദ്യമേ തന്നെ പറയാണ്, നിങ്ങളൊന്നും ഈ രാജ്യത്ത് ജീവിക്കാൻ ഒരു അർഹതയുമുള്ള ആളുകളല്ല. ഈ വന്ദേ മാതരത്തിന് എതിരെ പറയുന്ന, വന്ദേ മാതരം കാണുന്ന സമയത്ത് അത് ഔദ്യോഗികമായിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് അതിനെതിരെ തെറിവിളികൾ വിളിക്കുന്നവർ ഈ രാജ്യത്ത് ജീവിക്കാൻ ഒരു അർഹതയും ഇല്ലാത്ത ആളുകൾ തന്നെയാണ്. ഒരു തർക്കവുമില്ല. ഇത്തരം ആളുകളൊക്കെ നമ്മുടെ രാജ്യത്താണ് ചോറ്. കൂറുള്ളത് ഇവർക്ക് പാകിസ്ഥാനോടും ഇറാനോടും ഇറാഖിനോടും പലസ്തീനോടൊക്കെയാ. പലസ്തീൻ DP ഒക്കെയാ, പ്രൊഫൈൽ പിക്ചറൊക്കെ തന്നെ മിക്കവാറും ഇത്തരം ആളുകൾക്ക് പലസ്തീനായിരിക്കും. ഇത്തരം ആളുകളൊക്കെ നമ്മുടെ രാജ്യത്തിന് തന്നെ അപകടം, തർക്കമില്ലാത്ത വിഷയ. വന്ദേ മാതരം ആലപിക്കണം ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കും. ഇവർക്കെതിരാ കുരു പൊട്ടുന്നത്? അല്ല, ഈ വന്ദേ മാതരം എഴുതിയത് ആരാ? BJP സർക്കാരാണ്, മോദി സർക്കാരാണ് ഇത് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപനം നടത്തിയത്. അല്ല, ഇത് എഴുതിയത് ആരാ? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇതെങ്ങനെയാണ് വലിയ രീതിയിൽ ശ്രദ്ധ ആകർഷിക്കുന്നത്? 1896 കോൺഗ്രസ് സമ്മേളനത്തിൽ രവീന്ദ്രനാഥ് ടാഗോറാണ് ഈ വന്ദേ മാതരം ആലപിക്കുന്നത്. അതിലൂടെയാണ് രാജ്യത്ത് ഇത് വലിയ ശ്രദ്ധ ആകർഷിക്കുന്നത്. അന്ന് നമ്മുടെ രാജ്യത്തോട് സ്നേഹമുള്ള, കൂറുള്ള സകല ആളുകളും ഹൃദയത്തിലേക്ക് മുന്നോട്ട് പോയിട്ടുള്ളൊരു വന്ദേ മാതരത്തെ നമ്മുടെ കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുമ്പോ ഇതിൽ അന്നത്തെ ആളുകൾക്കൊക്കെ വലിയ വലിയ ഐക്യത്തിൽ ഏറ്റെടുത്തതാ. പക്ഷെ ഇന്നത്തെ കോൺഗ്രസിൽ ഇതിനെ എതിർക്കുന്ന ആളുകൾ, ഇവിടെയുള്ള സുഡാപ്പികൾ, ജിഹാദികൾ, തീവ്രചിന്താഗതിക്കാര് നിരന്തരം ഇതിനെ എതിർക്കുക. ചരിത്രം കുറച്ച് ഉദാഹരണങ്ങളൊന്ന് മുന്നോട്ട് വെക്കാം. ആദ്യത്തെ കമന്റാണ് ഒരു ഹുസ്മാൻ ഹമീദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഒരു ടേം കൂടി കിട്ടിയാൽ എല്ലാ പരിപാടിയിലും പശുമൂത്രം കുടിക്കലും ചാണക ഉരുണ്ടു തിന്നലും നിർബന്ധമാക്കും. അന്ന് അതും ദേശസ്നേഹമാണെന്നും മൂത്രം കുടിക്കാത്തവർ രാജ്യദ്രോഹികളാണെന്നും ഇതുപോലെ തലച്ചോറ് തെറിവിളികളാണ് ചാണകത്തിൽ മുക്കിയ 2014 ശേഷം പച്ച തെറിവിളികളാണ് തുടർന്നുള്ളത്. ഞാനത് വായിക്കുന്നില്ല, ഞാൻ ഇതോടെ കൊടുക്കുന്നു. 2014 ശേഷം രാജ്യത്ത് എന്തോ സംഭവിച്ചു എന്ന് പറഞ്ഞ് ഇമാതിരി കുറെ മരമൊണ്ണകളുണ്ട് ഇവിടെ ഭയന്ന് ജീവിക്കുന്നത്. ഒരുപാട് ഇത്തരം ആളുകളാണ് ഇവിടെയുള്ള മറ്റുള്ള സാധാരണ, പ്രത്യേകിച്ച് രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന മുസ്ലിങ്ങളെ പോലും ഭയപ്പെടുത്താൻ ശ്രമിക്കുക. ഇത്ര കുറെ മരമൊണ്ണകളുണ്ട്, ചാടി വീയും. എന്നിട്ടോ ഇവിടെ വന്ദേ മാതരം ആലപിക്കുന്നതിന് തെറി വിളിക്കുന്നവരൊക്കെ ഇവരൊക്കെ ഈ രാജ്യത്ത് ജീവിക്കാൻ വല്ല അർഹതയുണ്ടോ? 2014 ശേഷം പ്രശ്നമാണെന്നല്ല പറയുന്നത്. ഇവനോടൊക്കെ ഒരു കാര്യം പറഞ്ഞു തരാം. നിരവധി തവണ ഈ രാജ്യം ഭരിക്കാൻ പോകുന്നത് ഇതേ സംവിധാന. ഒരു തർക്കം അതിൽ ആർക്കും വേണ്ട. വന്ദേ മാതരക്ക് രാജ്യത്തോട് കൂറുള്ള എല്ലാ ആളുകളും എക്കാലത്തും ഉയർത്തിപ്പിടിച്ചത് തന്നെയാ. ഇതൊക്കെ കാണുമ്പോ ഇതിനെതിരൊക്കെ കുരു പൊട്ടുന്നുണ്ടെങ്കിൽ ഇവരൊന്നും ഈ രാജ്യത്ത് ജീവിക്കാൻ ഒരു അർഹതയില്ല. ഇവരൊക്കെ അടിയന്തരമായിട്ട് ദയവ് ചെയ്ത് ഈ രാജ്യത്ത് നിന്നൊന്ന് ഇറങ്ങിപ്പോയി തരണം. അടുത്ത കമന്റാണ്. ഇതൊക്കെ തന്നെ നമ്മുടെ വന്ദേ മാതരത്തിന് എതിരെയാണ് എന്നുള്ളതാ സകലരും ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടത്. അടുത്ത കമന്റ്. നാളെ ശാഖയിലെ കൊണഗീതം ദേശീയ ഗാനമാക്കിയാലും അത്ഭുതപ്പെടാനില്ല. അപ്പോഴാണ് അതായത് ഈ ഗണഗീതം, അതായത് നമ്മുടെ ദേശവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മണ്ണിനോടുള്ള കൂറു പുലർത്തിയാൽ വലിയ പ്രശ്നം. ഇവന്റെയൊക്കെ പ്രൊഫൈൽ തന്നെ വിദേശ രാജ്യത്തെ പ്രൊഫൈൽ, ഇന്ത്യൻ പതാകയല്ല, വിദേശ രാജ്യം. എന്തെങ്കിലും ആവട്ടെ, ഏത് പതാക വെക്കുമ്പോഴും നമ്മുടെ രാജ്യത്തോട് എന്തിനാ എതിർക്കുന്നത്? എന്തിനാണ് രാജ്യത്തോട് ഇങ്ങനെ എതിർക്കുന്നത്? RSSന്റെ ഗണഗീതത്തിൽ എവിടെയെങ്കിലും മറ്റു മതങ്ങൾക്കെതിരെ എന്തെങ്കിലും ഒരു വരി കാണാൻ സാധിക്കും? ഒരിക്കലുമില്ല. നമ്മുടെ മണ്ണിനോടുള്ള സ്നേഹമാണ്, നമ്മുടെ മണ്ണിനോടുള്ള കൂറാണ് ഓരോ ദേശഭക്തി ഗാനത്തിലും ഓരോ ഗണഗീതത്തിലും കൃത്യമായിട്ട് കാണാറുള്ളത്. പക്ഷെ ചാടി വീണിമാതി ഇവർക്ക് നമ്മുടെ രാജ്യത്തിനെ എതിർക്കുന്നത് യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ. കാരണം ദേശഭക്തി ഗാനം ഉയരുന്നതിൽ ഇവർക്ക് എന്താ ഇത്ര പ്രശ്നം? വന്ദേ മാതരം ആലപിക്കുന്നതിൽ ഇവർക്ക് എന്താ ഇത്ര പ്രശ്നം? ഔദ്യോഗികമാക്കുന്നതിൽ ഇവർക്ക് എന്താണ് ഇത്ര കുരുവട്ടൽ?
അടുത്ത കമന്റാണ്, പച്ചത്തെറിയാണ്, വായിക്കുന്നില്ല. അടുത്ത കമന്റാണ്, കേന്ദ്ര സർക്കാരിലുള്ള എത്ര പേർക്ക് ഇത് തെറ്റില്ലാതെ പാടാൻ അറിയാമെന്ന കണക്ക് ആദ്യം എടുക്കണം. ഇത്തരം കുറെ മരമൊണ്ണകളുണ്ട്. ഈ കോൺഗ്രസും ഈ സുഡാപ്പി ജിഹാദികൾ ഇത്തരം ആളുകൾ കരുതുന്നത് ഇവർ വലിയ പറയുന്നില്ല, ഇവര് വലിയ ബുദ്ധിജീവി. ഇവരൊക്കെ എത്ര ബുദ്ധി ഉണ്ടായിട്ടാണല്ലോ എത്ര കാലമായി പ്രതിപക്ഷത്തിരിക്കുന്നത്. ഒരു രാഹുൽ ഗാന്ധിയെ പൊക്കിപ്പിടിച്ച് എന്തെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ 3-ാം ടേമിലും ഇവരിങ്ങനെ പ്രതിപക്ഷത്തിന് ഒരു വകതിരിവും സ്വന്തമായിട്ടില്ലാത്തവരാ. മറ്റുള്ളവർക്ക് വിവരല്ലോ, പാടാൻ അറിയോ, അതറിയോ, ഇതറിയോ. ഇത് സ്ഥിരം കാണുന്നതാ. ഒന്നും ഭരിക്കുന്ന ഒക്കെ അറിയുന്ന ആളുകൾ പ്രതിപക്ഷത്തു. എന്തൊരു ഗതികേടാ. എല്ലാം അറിയുന്ന ആളുകൾ പ്രതിപക്ഷത്ത് എത്ര കാലമായി. എത്ര ഈ പണ്ടുള്ള കോൺഗ്രസിൽ കുറച്ച് ബുദ്ധിയും വിവരമൊക്കെ ഉള്ള ആളുകൾ ഉണ്ടായതുകൊണ്ട് രാജ്യം അവർ കുറച്ച് കാലമെങ്കിലും ഭരിച്ച്. അതേസമയം ഇപ്പോഴുള്ള ഓരോന്നത്തിന് പോലും ഒരു വകതിരിവില്ലാഞ്ഞിട്ടല്ലേ ഓരോ സംസ്ഥാനത്ത് നിന്നും ജനങ്ങൾ ഇങ്ങനെ ചവിട്ടി പുറത്താക്കിക്കൊണ്ടിരിക്കും. ഇപ്പൊ കുറച്ചുള്ള കേരളത്തിലാ. ഇവിടെ എന്നിട്ട് പറയുന്നു രാജ്യം ഭരിക്കുന്ന ആളുകൾക്ക് ഇതൊന്നും അറിയില്ല, എല്ലാം അറിയുന്ന ആളുകൾ കമന്റിട്ടിരിക്കല്ലേ. അടുത്ത കമന്റാണ്, ഇത്തരം ഒരുപാട് ആളുകളുണ്ട്. വന്ദേ മാതരം ആലപിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ സമസ്തയുടെ കമന്റ് ആയിട്ട് മറ്റൊരുത്തൻ ഒന്ന് വായിച്ചേൽപ്പിക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ സമസ്തയുടെ സമ്മേളനം നടന്നു. പല ദിവസങ്ങളിലായി പല വേദികളായി പല വിവിധ പ്രോഗ്രാമുകൾ നടത്തി. ലക്ഷോപലക്ഷം ആളുകൾ പങ്കെടുത്തു. ഒരു വേദികളിലും ഒരു അമുസ്ലിം സഹോദരങ്ങളെ പറ്റിയും ചർച്ച ചെയ്തില്ല. അതിനുള്ള നേരവുമില്ല. ഇവിടെ ആർക്കും ആരോടും ശത്രുതയില്ല. സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയുള്ള ചില രാഷ്ട്രീയ നേതാക്കളുടെ വെറുപ്പും വിദ്വേഷവും കൂടുതൽ കാലം നിലനിൽക്കില്ല. പണ്ടത്തെ പോലെ അങ്ങനെ സ്വയം നശിക്കാനൊന്നും ഇപ്പോൾ ആർക്കും താല്പര്യമില്ല. ജീവിതം ഒന്നേ ഉള്ളൂ, അത് നല്ല രീതിയിൽ സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കുക. ഒരു മുഹമ്മദ് ഷുഹൈബ് എന്ന് പറയുന്ന ഒരു വ്യക്തി വന്ദേ മാതരം ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു. ദേശീയഗാനത്തിന് തുല്യമായിട്ടുള്ള പ്രഖ്യാപനം നടത്തിയതിൽ വന്ന കമന്റാ സമസ്തയെ ഒരു വെളുപ്പിക്കല്. അധികം പറയിപ്പിക്കരുത് സംസ്ഥയൊന്നുമായി ബന്ധപ്പെട്ട്. പെരുന്നാളിന് ലീവ് വേണം, 3 ദിവസം ലീവ് വേണം. മദ്രസ വിഷയങ്ങളെ കുറിച്ച് അതായത് പൊതുവിദ്യാലയത്തിന്റെ സമയ വിഷയങ്ങൾ പോലും ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ മുന്നോട്ട് പോകുമെന്ന തരത്തിൽ ഒരു വക്താവ് ന്യൂസ് 18 ചാനൽ കഴിഞ്ഞ ദിവസം പോലും പറഞ്ഞതാ. മലപ്പുറം ജില്ല വിഭജിക്കണം. സമസ്ത ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങളല്ലേ മുന്നോട്ട് കൊണ്ടത്. അല്ലാതെ ഇത്രയും കാലം ഒരു പെരുന്നാളിന് ഒരു 3 ദിവസം ലീവ് വേണമെന്ന് ഒരാളും പറയാതിരുന്ന ഒരു വിഷയമൊക്കെ എടുത്ത് പൊക്കിപ്പിടിച്ച് പൊതുസമൂഹത്തിൽ ഒരു ചർച്ചയാക്കി കുത്തിത്തിരിപ്പാക്കുന്ന ഇവരാണോ? ഒക്കെ പോട്ടെ, ഇവരെന്താ ഇതില് പറയുന്നത്? വ്യക്തമായിട്ട് ഇതിൽ എഴുതുന്നുണ്ട്, ചില രാഷ്ട്രീയ നേതാക്കളുടെ വെറുപ്പും വിദ്വേഷവും കൂടുതൽ കാലം വന്ദേ മാതരം ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചതിൽ എന്താ വെറുപ്പുള്ളത്? ഇതിലെവിടെയാ പ്രശ്നമുള്ളത്? വന്ദേ മാതരം ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുന്നത് ഈ രാജ്യത്തോടുള്ള സ്നേഹമാ. ഈ സമസ്തയൊക്ക ഈ കേരളത്തിലുള്ള ഒരു സംവിധാനല്ലേ, ഇത് രാജ്യം മൊത്തം ഉണ്ടാക്കുന്ന ഒരു ഇതല്ലേ. ഈ ആരുമായിട്ട് ഈ ഉപമിക്കുന്നത്? അതായത് അധികം പറയിപ്പിക്കരുത്. ഈ സംസ്ഥയൊക്കെ ഈ എല്ലാ സ്ഥലത്തും വന്നിട്ട് ഈ സമസ്തയുടെ വാഴ്ത്തുപാട്ടുകൾ പാടുന്ന ആളുകളോട് പറയാനുള്ളത്, മഹാമാഘ മഹോത്സവം നടന്ന് നമ്മുടെ മലപ്പുറത്താണ് നടന്നിട്ടുള്ളത്. അവിടെ പൊതുസമൂഹവുമായി ബന്ധപ്പെട്ട് ഒരു പ്രഖ്യാപനങ്ങളും മഹാമാഘ മഹോത്സവത്തിൽ നടന്നിട്ടില്ല. അതേ സമയത്ത് സമസ്ത സകല പൊതുവിഷയങ്ങളിൽ ഇടപെടുകയും തോന്നിയതുപോലെ വിളിച്ചു പറയും. സമസ്ത മതത്തിന്റെ ആത്മീയത ഉയർത്തിപ്പിടിച്ചല്ലേ മുന്നോട്ട് വേണ്ടിയത്. അല്ലാതെ പൊതുസമൂഹത്ത് പൊതുവിദ്യാഭ്യാസ രീതിയിൽ മദ്രസയുമായി ബന്ധപ്പെട്ട് അത് ശരിയില്ല എന്നൊക്കെ, മദ്രസയുടെ പ്രത്യേക സമയം, അത് പൊതുവിദ്യാലയം, അതിനനുസരിച്ച് മുന്നോട്ട് പോകണം പൊതുവിദ്യാഭ്യാസം എന്നൊക്കെ, ആ തരമൊക്കെ ശരിയാണോ? 3 ദിവസം ഇത്രയും കാലം പ്രശ്നമില്ലാത്ത പെരുന്നാളിനെ കുറിച്ച് 3 ദിവസം ലീവ് വേണം എന്ന് പറയുന്നതൊക്കെ എല്ലാ ആളുകളും ഉള്ള ഒരു പൊതുസമൂഹത്തിൽ ഒരു സംസ്ഥ പോലുള്ള സംഘടന പറയുന്നത് വർഗീയതയല്ലേ? ഇവർക്ക് എന്താ വർഗീയത? എപ്പോഴും ഈ സംസ്ഥയൊക്കെ പൊക്കിപ്പിടിച്ച് നടന്ന ഇവരൊക്കെ പറയുന്നത് എന്താ? ഇവിടെ രാഷ്ട്രീയക്കാർ വിദ്വേഷം ഏത് വന്ദേ മാതരം ഏത് സമ്മേളനത്തിൽ ഉയർന്നതാ? ഈ രാജ്യത്തോട് കൂറുള്ള, ഈ രാജ്യത്തോട് സ്നേഹമുള്ള വരികൾ രാജ്യം മൊത്തം ആലപിക്കുന്നതിൽ എന്തിനാണ് ഇത്തരം ആളുകൾ കുരുപൊട്ടുന്നത്? ഇത്തരം സകല ജിഹാദികളോട്, സുഡാപ്പികളോട്, തീവ്ര ചിന്താഗതിക്കാരോട് നിങ്ങളൊക്കെ എന്തിനാണ് ഈ രാജ്യത്ത് അള്ളിപ്പിടിച്ച് നിൽക്കുന്നത്? വന്ദേ മാതരം ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. നിങ്ങളുടെയൊക്കെ മുറുമുറുപ്പൊന്നും ഈ അടുത്ത കാലത്തൊന്നും തീരാൻ പോകുന്നില്ല. കാരണം ഒരുപാട് കാലം ഇന്ന് രാജ്യം ഭരിച്ച സംവിധാനങ്ങൾ തന്നെ രാജ്യം ഭരിക്കും എന്നുള്ളതിലും ഒരാൾക്കും ഒരു തർക്കവും വേണ്ട.